ഈ സെഷനിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് പഠിക്കുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് നോക്കാം, ന്യൂട്രീഷൻ രണ്ട് തരത്തിലുണ്ട്. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനും ഉണ്ട് അല്ലേ. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനിൽ the organism will synthesize their own food. They will not depend on other organism for their food. Example, photosynthetic type of organism. Photosynthetic mode of nutrition ചെയ്യുന്ന organisms ഓട്ടോട്രോഫ്സ് ആണ് അല്ലേ. അതേപോലെ ഹ്യൂമൻ ബീങ്സ് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. പലതരത്തിലുള്ള ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ഉണ്ട്. ഹ്യൂമൻ ബീങ്സ് ദേ വിൽ ഡു ഹോളോസോയിക് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ. ഹെറ്ററോട്രോഫിക്, ഹോളോസോയിക് ന്യൂട്രീഷൻ. ഓക്കെ, ഹെറ്ററോട്രോഫിക്, ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ് ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത്. The digestion or absorption, it take place, or the digestion of food or the nutrition, it take place in 4 steps. Majorly 4 സ്റ്റെപ്പാണ് അവിടെ നടക്കുന്നത്. ഏതൊക്കെയാന്ന് വെച്ചാൽ, ingestion of the food or intake of food, digestion of food, then the absorption of digested food and the egestion of the waste material അല്ലേ. അപ്പോൾ ഈ 4 സ്റ്റെപ്പാണ് മേജറായിട്ട് നടക്കുന്നത്. ഒന്ന് ഫുഡ് ഇൻടേക്ക്, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവണം. ഡൈജസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യണം. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് എലിമിനേറ്റ് ആയി പോകണം. സോ ദീസ് 4 സ്റ്റെപ്സ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇറ്റ് ഇൻക്ലൂഡ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, it include the alimentary tract and accessory glands or associated glands. Alimentary tract നോട് associate ചെയ്തിട്ടുള്ള glands ആണ് നമുക്ക് digestive system കാണാൻ കഴിയുന്നത്. These all parts it is originated mesodermally. It is mesodermally originated. Okay, and we can see this alimentary tract, it starts from mouth to anus and it opens through anus, and we can see it has the length of 8 to 10 meter. Alimentary tract in length 8 to 10 meter ആണ്. And it opens from mouth it opens to buccal cavity. Buccal cavity opens to pharynx. Pharynx opens to esophagus. Esophagus opens to stomach. Stomach opens to small intestine. Small intestine opens to large intestine. And it opens to rectum. And last opening of this one is anus. Anus through which the waste will be ejected out, and we can see mouth through which the food will be taken inside. So the first part, mouth, we will see here. See, when we study mouth it has different parts. It is a transverse slit like opening alle. Mouth nu parayna oru transverse slit like opening aanu. It is covered by 2 lips. Rendu lips adine cover cheyyunnunde. And we can see the outer surface of the lip, it is made with the skin, and the inner surface it is made with the mucous membrane. Okay, so mouth, it consists of the transverse slit opening, and it has 2 lips. Okay, ഈ 2 ലിപ്പ് കവർ ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സ് ഓപ്പണിംഗ് ആണ് in the mouth എന്ന് പറയുന്നത്. ഇനി നോക്കിക്കോ, inside this lip we can see lips, outer portion it is made with the skin and inner portion it is made with the mucous membrane structure, right? Then we can see the gap in between this maxilla or the gum. നമ്മുടെ ഈ പല്ലിരിക്കുന്ന മോണയുണ്ടല്ലോ, അതിന്റെ ഈ ലിപ്പിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, അതിന് നമ്മൾ എന്ത് പറയും, വെസ്റ്റിബ്യൂൾ എന്ന് പറയും. അത് മുകളിലും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് താഴെയുണ്ട് അല്ലെ. സോ ഹിയർ ദ അപ്പർ വെസ്റ്റിബ്യൂൾ ആൻഡ് ലോവർ വെസ്റ്റിബ്യൂൾ ഈസ് പ്രസന്റ്. വെസ്റ്റിബ്യൂൾ, ഈ വെസ്റ്റിബ്യൂള് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ലിപ്പ്. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ മുകളിലത്തെ ചുണ്ട് ആ ഗമ്മിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആ ഗ്യാപ്പില് നമുക്കൊരു ചെറിയ വള്ളി പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സുപ്പീരിയർ ലേബിയൽ ഫ്രെനുലം. ഓക്കെ, സുപ്പീരിയർ ലേബിയൽ frenulum.
അതേപോലെ നമുക്ക് ഈ അത് നമ്മുടെ മാക്സിലയിലേക്ക് ഈ പറയുന്ന ലിപ്പിനെ അറ്റാച്ച് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് അല്ലേ. ഈ പോർഷൻ നമ്മൾ എന്താ പറയാ, ഈ ഒരു എല്ലിന് നമ്മൾ പറയുന്നത് എന്താ, മാക്സിലാണ്. ഇത് നമ്മൾ എന്താ പറയാ, മാൻഡിബിൾ എന്ന് പറയാം അല്ലെ. മാൻഡിബിളിലേക്ക് ലിപ്പിനെ അറ്റാച്ച് ചെയ്ത് നിർത്തിയേക്കുന്ന അതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ബൈ ദ ഇൻഫീരിയർ labial frenulum. അപ്പോൾ മൗത്ത് ഇറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് slit like opening. It is covered by two lips. Outer portion it is made with the skin, inner portion it is made with the membranous surface, and this lip is attached to the maxilla and mandible through the superior and inferior labial frenulum. Now in this inside portion of this vestibule we can see the gum on which the tooth is attached. അല്ലെ, ടൂത്ത് കാണുന്ന എവിടെയാ, ഗമ്മിലാണ് ടൂത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. We can see the tooth, it is present inside the socket of the jaw സോക്കറ്റിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, ടൂത്ത് ഉള്ളത്. നമ്മളിപ്പോ മൗത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആ ഭാഗം മാറ്റി കളഞ്ഞാണ്. I'll just write. So tooth, it is attached inside the socket of jaw. Because of that we will call the tooth, it is present inside a theca or chamber of the jaw, that is called as thecodont. നമ്മൾ എന്താണ്, തീക്കോഡോണ്ട് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂത്ത് ഇരിക്കുന്നത് ജോയിന്റെ ഒരു സോക്കറ്റിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ടൂത്ത് ഇരിക്കുന്നത്. ഓക്കെ, അതേപോലെ we can see this tooth, it will be having we have two sets of teeth അല്ലെ. നമുക്ക് രണ്ട് സെറ്റ് ടീത്ത് ഉണ്ട്. ഏതാണത്, നമുക്ക് അറിയാം, നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോകും. then after that again we will get the next set of teeth എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫിയോഡോണ്ടാണ്. നമ്മുടെ ലൈഫിൽ 2 പ്രാവശ്യം നമുക്ക് ടൂത്ത് ഉണ്ടാവും അല്ലെ. so we are ഡിഫിയോഡോണ്ട്. We are ഡിഫിയോഡോണ്ട്. 2 sets of tooth are there. That is the deciduous or deciduous എന്ന് പറഞ്ഞാൽ എന്താ, കൊഴിഞ്ഞു പോകുന്ന deciduous or milk teeth, and permanent teeth. Permanent teeth also is there. Now another thing if we see, we are heterodont. ഹെട്രോഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പലതരത്തിലുള്ള ടീത്ത് ആണുള്ളത് അല്ലെ. നമുക്ക് പലതരത്തിൽ, അപ്പൊ നമ്മുടെ മുൻവശത്തെ ഈ പല്ല് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുൻവശത്ത് കാണുന്ന ഈ 4 പല്ലുകൾ എങ്ങനെയാ പരന്നായിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസിസേഴ്സ്. അത് കഴിഞ്ഞിരിക്കുന്ന ആ 2 കൂർത്ത പല്ലുകളുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കനൈൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് കുറച്ച് അണപ്പല്ല്, കുറച്ച് എന്താ പറയാ, കട്ടപ്പല്ലുണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രീമൊളാഴ്സ്. അതിന്റെ അപ്പുറത്തേക്ക് എന്തുണ്ടാവും, മൊളാഴ്സ് ഉണ്ടാവും. സോ ഹിയർ വി ക്യാൻ സേ വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂത്ത്. So we will call ourselves as heterodont. We are heterodont. നമ്മൾ പറഞ്ഞു this we are ഡിഫിയോഡോണ്ട്, we have deciduous or milk teeth and permanent teeth എന്ന് പറഞ്ഞു. ഈ deciduous അല്ലെങ്കിൽ milk teeth നമ്മൾ ഉണ്ടാവുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന ടീത്ത് ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രീമൊളാഴ്സ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് മൊളാറെല്ലാം ഉണ്ടാവില്ല, ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വെൻ വി ഗെറ്റ് ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്, നമ്മുടെ പാൽപ്പല്ല് വരുമ്പോൾ നമുക്ക് ഈ ഇൻസിസേഴ്സ്, നമ്മൾ ശരിക്കും ഈ ഡെന്റൽ ഫോർമുല പറയുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡിലേക്കുള്ള പല്ല് അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു സൈഡിലേക്കുള്ളതിന്റെ ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്കുള്ള ഒരു ഫോർമുല നമ്മൾ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പരന്ന പല്ല് 2 കാണാൻ പറ്റും, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 2 ഇൻസിസേഴ്സ്. then after that here one sharp tooth will be there, that is nothing but the canine. then after that we can see the premolars. premolars 2 കാണും. അത് കഴിഞ്ഞിട്ട് നല്ല കട്ടപ്പല്ല്, അതായത് മൊളാഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ജനിച്ചിട്ട് ആദ്യം വരുന്ന പല്ല്, അതായത് മിൽക്ക് ടീത്തിനകത്ത് നമുക്ക് ഈ 2 ഇൻസിസേഴ്സ് ഉണ്ടാവും, ഒരു കനൈൻ ഉണ്ടാവും, അതേപോലെ ദർ ഈസ് നോ പ്രീമൊളാഴ്സ്. പ്രീമൊളാഴ്സ് നമുക്ക് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മൊളാഴ്സ് 2 ഉണ്ടാവുള്ളൂ. So here we can say in the case of this deciduous or milk teeth, the dental formula if we say, or the different types of tooth which is present in milk teeth if we say, it will be having 2 incisors, 1 canine, and there is no premolar. So we will put this premolars as 0 and we can see 2 molars are present. So here the total teeth, it will be incisors 2, canine 1, premolars
0. Molars 1. അല്ലേ? അപ്പൊ നോക്കിയാൽ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള പല്ലിന്റെ സെറ്റ് നോക്കുമ്പോൾ നമുക്ക് ഇൻസിസേഴ്സ് 2 ഉണ്ട്, കനൈൻ 1 ഉണ്ട്, പ്രീമൊളാഴ്സ് ഇല്ല, പ്രീമൊളാഴ്സ് ഇല്ല, മൊളാഴ്സ് 2 ഉണ്ട്. ഒന്നല്ല, മൊളാഴ്സ് 2 ഉണ്ട്. സോ ഹിയർ വി ക്യാൻ സേ ദ ഫോർമുല, ഡെന്റൽ ഫോർമുല, ഇറ്റ് വിൽ ബി 2102 ബാർ 2102. അതായത് മുകളിലും 2102 ഉണ്ട്, താഴെയും 2102 ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര പല്ലുണ്ട് നോക്കിയേ? 2 1 3 2 5 5 5 10 പല്ല് ഒരു സൈഡിലേക്ക് ഉണ്ട്. അപ്പൊ ഈ ഇപ്പുറത്തെ സൈഡിലേക്കോ ടോട്ടൽ 22 teeth are present in the milk teeth. മിൽക്ക് ടീത്തില്, അതായത് പാൽപ്പല്ലിൽ നമുക്ക് 20 പല്ലാണ് ഉണ്ടാവുക. ഇനി പെർമനന്റ് ടീത്ത് വരുമ്പോൾ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പെർമനന്റ് ടീത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസിസേഴ്സ് എങ്ങനെയായിരിക്കും? ഇൻസിസേഴ്സ് ഇറ്റ് ഈസ് 2 in number. ഇൻസിസേഴ്സ് ഇതേപോലെ തന്നെയായിരിക്കും. സോ ഹിയർ വി ക്യാൻ സേ I2. Then canine it will be 2. And next one is premolars. Premolars ഇവിടെ 0 ആയിരുന്നു അല്ലേ? പക്ഷെ here it is 2 in number. 2 premolars. ഈ മൊളാഴ്സ് അങ്ങോട്ട് നീങ്ങിയിട്ട്, അതായത് നമ്മുടെ ജോ വളരുന്നതനുസരിച്ച് മൊളാഴ്സിന് അങ്ങോട്ട് മൂവ്മെന്റ് വരികയും അതിന്റെ ഗ്യാപ്പിൽ നമുക്ക് 2 പ്രീമൊളാഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോ ഹിയർ പ്രീമൊളാഴ്സ് 2 ആൻഡ് മൊളാഴ്സ് ഇറ്റ് വിൽ ബിക്കം 3 when we become completely mature. അതായത് നമുക്ക് വിസ്ഡം ടീത്തും കൂടെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് 3 മൊളാഴ്സ് ഉണ്ടാവും. വിസ്ഡം ടൂത്ത് വന്നില്ലെങ്കിലോ നമുക്ക് 2 മൊളാർ ഉണ്ടാവുള്ളൂ. പക്ഷെ വിസ്ഡം ടൂത്ത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഹ്യൂമൻ. സോ വി വിൽ ആഡ് ദാറ്റ് ലാസ്റ്റ് വിസ്ഡം ടൂത്ത് ഓൾസോ ഇൻ ദ ഗ്രൂപ്പ് ഓഫ് മൊളാർ. സോ ഹിയർ ദ ഡെന്റൽ ഫോർമുല ഇറ്റ് വിൽ be canine 2 letter, canine 1 ആണ്, I'm sorry, canine 1, incisors 2, canine 1, premolars 2, molars 3. So the dental formula it will be 2123 divided by 2123. അപ്പൊ എത്രയായി? ഒരു സൈഡിലേക്കുള്ള പല്ലിന്റെ എണ്ണം 2 1 3 3 2 5 5 3 8 8 8 16 എണ്ണായി ഒരു സൈഡിലേക്ക്. ഇപ്പുറത്തെ ഭാഗത്തേക്ക് 16, ഇപ്പുറത്തെ ഭാഗത്തേക്ക് 16. So the total tooth it will be, total teeth it will be 16 plus 16, that is equal to 32 അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു ടൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, നമ്മുടെ മൗത്തിന്റെ ഉള്ളിൽ ടൂത്ത് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ജോ. സോ വി വിൽ കോൾ ഇറ്റ് ആസ് തിക്കോഡോൺ. And we have 2 sets of teeth. Because of that we will represent it as diffeodont. And diffeodont in which we will get 1 set of milk teeth and or deciduous teeth. Deciduous എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അതേപോലെ we will get the permanent teeth. So here deciduous teeth it will be having the dental formula 2102 because we have heterodont type of teeth. Heterodont teeth എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we have different types of teeth as incisors, canine, premolars and molars. നമുക്ക് മിൽക്ക് ടീത്തില് പ്രീമൊളാഴ്സ് ഉണ്ടാവില്ല, മൊളാഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൊളാഴ്സിൽ ഒന്ന് കുറവായിരിക്കും. അതുകൊണ്ട് 2102 ബാർ 2102 ആണ്. ഒരു സൈഡിലേക്ക് നമുക്ക് 10 പല്ല്, ഈ സൈഡിലേക്ക് നമുക്ക് 10 പല്ല്, ടോട്ടൽ 20 ഉണ്ടാവുള്ളൂ മിൽക്ക് ടീത്തില്. പക്ഷെ മെച്ചുവർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓർ ദ പെർമനന്റ് ടീത്ത് വെൻ ഇറ്റ് കംസ് വി ക്യാൻ സി ആ മൊളാഴ്സിന്റെയും കാനൈന്റെയും ഇടയ്ക്ക് പ്രീമൊളാഴ്സ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ മൊളാഴ്സിന്റെ ഏറ്റവും അറ്റത്ത് വിസ്ഡം ടീത്തും വരും. സോ ദ ഡെന്റൽ ഫോർമുല ഇറ്റ് വിൽ ബി ചേഞ്ച് ടു 2123. So the total number of tooth present in the adult is 32 wisdom tooth. It is present in the last and it will be developed last. Okay, so this is the tooth which is present in our mouth. Now we will see the structure of tooth. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്ട്രക്ചർ ഓഫ് ടൂത്ത് കേട്ടോ. ഞാൻ വരച്ച് കാണിച്ചു തരാം. Tooth it consists of 3 different region as
Okay, so this is the structure of a tooth. ഒരു ടൂത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ടൂത്തിന്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് എ റൂട്ട് കനാൽ റീജിയൻ. അതായത് ഈ ടൂത്തിന്റെ സ്ട്രക്ചർ മൊത്തം എടുത്താൽ അത് നമുക്ക് 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്രൗണ്, പിന്നെ നെക്ക്, അതുപോലെ തന്നെ റൂട്ട്. റൂട്ടിന്റെ ഭാഗത്ത് നമ്മൾ റൂട്ട് കനാൽ, അതായത് ഇങ്ങോട്ട് പോകുന്ന നെർവും അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസും ആണ് നമ്മളിവിടെ കാണുക. ഇവിടെ ഇത് പൾപ്പ് ക്യാവിറ്റിയാണ് കേട്ടോ. ഇത് പൾപ്പ് ക്യാവിറ്റിയാണ്. ഈ പൾപ്പ് ക്യാവിറ്റിയിൽ ചില സ്പെഷ്യൽ cells ഉണ്ട്. That is for the secretion of dentine and enamel. Dentine എന്ന് പറയുന്നത് ഈ പൾപ്പ് ക്യാവിറ്റിയുടെ നേരെ മേലെയുള്ള ഭാഗമാണ് ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. ഇനാമൽ എന്ന് പറയുന്നത് അതിനെ കോട്ട് ചെയ്തിട്ട് കാണുന്ന ഭാഗമാണ്. ഈ ഡെൻറ്റൈനും ഇനാമലും പൾപ്പ് ക്യാവിറ്റിയിലുള്ള ചില സെൽസിന്റെ സെക്രീഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ ഹിയർ നമ്മൾ റൂട്ട് കനാൽ ചെയ്യാന്നൊക്കെ പറയില്ലേ. എന്താ റൂട്ട് കനാൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ പല്ലിന്റെ റൂട്ടിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ സ്ക്രൂ ഇട്ട് ഉറപ്പിച്ച് ക്രൗൺ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ പിന്നീട് ഒരിക്കലും അവിടെ അണുബാധ ഉണ്ടാവുമോ അല്ലെങ്കിൽ അവിടെ വേദന വരാതിരിക്കുകയോ ചെയ്യും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പല്ലിനെ നിർവീര്യമാക്കി കളയുന്നതിനെയാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യാന്ന് പറയാം. സോ ഹിയർ ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ് എന്തുള്ളത്, ബ്ലഡ് വെസൽസും അതുപോലെ തന്നെ നെർവ്സും ഉള്ളത്. നമ്മളിപ്പോ ചില പല്ല് കേടുവരുമ്പോൾ അല്ലെ തൊള പിടിക്കുമ്പോൾ ഓട്ട പിടിക്കുമ്പോൾ അതിന്റെ ഇനാമലും പോവും ഡെൻറ്റൈനും പോവും. പൾപ്പ് ക്യാവിറ്റിയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ പുളിപ്പും വേദനയൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ഈ പൾപ്പ് ക്യാവിറ്റിയിലുള്ള 2 തരത്തിലുള്ള സെൽസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ഒഡന്റോബ്ലാസ്റ്റ്. ഒഡന്റോബ്ലാസ്റ്റ് ഇറ്റ് വിൽ സെക്രീറ്റ് ഡെൻറ്റൈൻ. ഒഡന്റോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, ഡെൻറ്റൈൻ സെക്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ അമീലോബ്ലാസ്റ്റ് എന്ന് പറയുന്ന വേറെ സെൽസ് ഉണ്ട്, ദാറ്റ് വിൽ സെക്രീറ്റ് ദ ഇനാമൽ. ഇനാമലിന്റെ സെക്രീഷൻ ചെയ്യുന്നത് അമീലോബ്ലാസ്റ്റ് ആണ്. ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള പാർട്ട് ഇനാമലാണ് കേട്ടോ. ഈ 2 പോയിന്റ്സ് ഓർത്തിരുന്നോളണം. അതായത് എവിടെ നിന്നാണ് ഡെൻറ്റൈനും ഇനാമലും സെക്രീറ്റ് ചെയ്യുന്നത്, ഏതാണ് നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് പാർട്ട്, ഇത് രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഹിയർ ഒഡന്റോബ്ലാസ്റ്റ് ദാറ്റ് വിൽ സെക്രീറ്റ് ഡെൻറ്റൈൻ ആൻഡ് അമീലോബ്ലാസ്റ്റ് ദാറ്റ് സെക്രീറ്റ് ഇനാമൽ. ഇനാമൽ ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി. അതേപോലെ ഇനാമൽ അലോൺ ഇറ്റ് ഈസ് originated from the ectoderm. ഇനാമൽ അലോൺ നമ്മൾ പറഞ്ഞ എലിമെന്ററി ട്രാക്റ്റിന്റെ എല്ലാ ഭാഗങ്ങളും എവിടെ നിന്നുണ്ടായെന്നാ പറയാ, മീസോഡേമിൽ നിന്നുണ്ടായെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ബട്ട് ഹിയർ ഐ എം സെയിങ് ദിസ് ഇനാമൽ ഇറ്റ് ഈസ് ectodermal in origin. It is ectodermal in origin. അതായത് അമീലോബ്ലാസ്റ്റ്, ഈ ഇനാമൽ ഉണ്ടാക്കുന്ന അമീലോബ്ലാസ്റ്റ് എക്ടോഡെർമലി ഒറിജിൻ ചെയ്തതാണ് കേട്ടോ. നൗ നമ്മൾ ടൂത്ത് പറഞ്ഞു. Now next one, it is tongue. Tongue is a muscular structure which is present inside the buccal cavity, and this tongue it has small projections called as papillae. Okay, and this papillae it consists of taste buds. ഇതിനകത്താണ് taste buds ഉള്ളത്. So here the next part it is tongue. Tongue it is a muscular structure present in the mouth. Muscular structure which is present in the mouth, and it has small projections called as papillae. Papillae consist of the taste buds. It is a sensory organ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഗസ്റ്റേറ്ററി ഓർഗൻ, അല്ലെങ്കിൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഓർഗൻ ആണ് ടങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ടേസ്റ്റ് ബഡ്സ്. ദ മേജർ ടേസ്റ്റ് വിച്ച് വി ക്യാൻ ഡിറ്റക്ട് ഇൻ ദ മൗത്ത് ആർ സോൾട്ട്, സ്വീറ്റ്, bitter and salt, sour, sweet and bitter. അതുപോലെ sweet and salt it can overlap. Okay, so this mouth it is attached in the buccal cavity through frenulum. നമ്മളിങ്ങനെ നാവ് പൊക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വള്ളി പോലത്തെ ഒരു സാധനം കാണുന്നില്ലേ, അതിന് നമ്മൾ frenulum എന്ന് പറയും. Okay, so the tongue it is attached on the floor through frenulum. Tongue is attached on the floor through
Okay, now we can see this tongue, it will be having papillae in that. Papillae is small projections, and these small projections where the taste buds are present. Taste buds, it includes salt, sweet, bitter as well as sour, and this sweet and salt, it will be overlapped in many regions, that gives different combinations of taste. Okay, അത് ഒരു സെൻസറി ഓർഗൻ ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്. ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ഉള്ള സെൻസറി ഓർഗൻ ആണ്. പിന്നെ ടങ്ങിന് വേറെ കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ടൂത്ത് ബ്രഷ്. നമ്മളിപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മുടെ നാവ് ഇങ്ങനെ വെറുതെ ഇരിക്കില്ല അല്ലേ, അത് എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനത്തിന് റിമൂവ് ചെയ്യണ വരെ നമ്മുടെ നാവ് ആ പല്ലുമ്മയായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നാവ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ ഡിഗ്ലൂട്ടേഷൻ, നമ്മൾ വിഴുങ്ങാൻ വേണ്ടിയിട്ട്, നാവിലേക്ക് നമുക്ക് ഒരിക്കലും വിഴുങ്ങാൻ പറ്റില്ല. അതേപോലെ മിക്സിങ് ദ ഫുഡ് വിത്ത് സലൈവയായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ടങ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടേസ്റ്റ് ഡിറ്റക്ഷൻ ഫോർ ദ ടങ് ഈസ് യൂസ്ഡ്. അതേപോലെ ഇത് ഡോഗ്സിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ റെഗുലേഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ടങ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ ചൂടൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പട്ടികളൊക്കെ വീടിൻ്റെ പുറത്തിറങ്ങി കിടന്നിട്ട്, നല്ല വെയിലത്ത് പോയി കിടന്നിട്ട് അതിൻ്റെ നാവ് ഇങ്ങനെ പുറത്തിട്ട് തുള്ളിയായിട്ട് വെള്ളം വീഴുന്നതാണ് അല്ലേ. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ റെഗുലേഷൻ ഇൻ ദ ബോഡി. അതേപോലെ തന്നെ ഫ്രോഗിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ നാവ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് അവരെ ഇരയെ പിടിക്കുന്നതാണ്. ഇങ്ങനത്തെ ഓരോരോ ഫങ്ഷൻസ് ആണ് ടങ്ങിനുള്ളത്. നമ്മുടെ കേസിലെ ടങ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി മേജർലി യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ദ ടേസ്റ്റ്, മിക്സിംഗ് ദ ഫുഡ്, swallowing the food, speaking. For this whole purpose we are using the tongue. Okay, now the next part of our mouth, it is nothing but the palate. പാലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റൂഫ് ഓഫ് ദിസ് മൗത്ത്, നമ്മുടെ മൗത്തിന്റെ റൂഫിനെയാണ് നമ്മൾ എന്ത് പറയാ, പാലേറ്റ് എന്ന് പറയാം. പാലേറ്റ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ നമ്മൾ നാവ് കൊണ്ട് തടഞ്ഞു നോക്കിയാൽ അറിയാം, ദ ആൻറ്റീരിയർ പാലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുൻഭാഗത്തേക്കുള്ള ഈ പാലേറ്റ് റീജിയൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹാർഡ് പാലേറ്റ്. അവിടെ എല്ല് പോലെ കുറച്ച് നല്ല കട്ടിയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി ഹാവിംഗ് സം ഫോൾഡിംഗ് സ്ട്രക്ചർ, that is called as rugae. So rugae, hard palate with rugae that is present in the anterior portion. Okay, so the posterior portion we can see it will be soft. The posterior portion നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ അണ്ണാക്കിലേക്ക് കുറച്ചും കൂടി ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈ ഭാഗത്തേക്ക് നാവിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ അറിയാം അവിടെ സോഫ്റ്റ് ആയിട്ടുള്ള പാലേറ്റ് ആണ്. ദിസ് സോഫ്റ്റ് പാലേറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡീഗ്ലൂട്ടേഷൻ ഓഫ് ദ ഫുഡ്. നമ്മുടെ ഫുഡ് സ്വാളോ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അത് ഹാർഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് ഫുഡ് ഇറങ്ങിപ്പോയില്ല അല്ലേ. അത് സോഫ്റ്റ് ആകുമ്പോൾ ഇറ്റ് വിൽ ബി ഏബിൾ ടു സ്വാളോ ദ ഫുഡ് ബിക്കോസ് ഓഫ് ദി സോഫ്റ്റ് പാലേറ്റ്. സോഫ്റ്റ് പാലേറ്റിൽ നമുക്ക് റൂഗിയ സ്ട്രക്ചറും കാണാൻ പറ്റില്ല, അത് ഭയങ്കര സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ സോഫ്റ്റ് പാലേറ്റിന്റെ അവിടുന്ന് ഒരു ഹാങ്ങിങ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഉവുല. അതിന് ഉവുല എന്ന് പറയും. ഈ ഉവുല ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് ആ എയർ പാസേജ് ഉള്ള ആ ഒരു ഭാഗത്തിനെ അടച്ചു കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ ഉവുല ഈസ് എ പാർട്ട് ഓഫ് ദ സോഫ്റ്റ് പാലേറ്റ്. ഉവുല ഈസ് ദ പാർട്ട് ഓഫ് സോഫ്റ്റ് പാലേറ്റ്. അപ്പൊ നമ്മുടെ മൗത്തിന്റെ പോർഷൻസ് എന്ന് പറയുന്ന ആ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ്, അതിന്റെ ഉള്ളില് വെസ്റ്റിബ്യൂളിനെ അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന ലേബിയൽ ഫ്രെനുല. ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ടൂത്ത് ഈസ് പ്രസന്റ് ഇൻ ദ ജോ. തീക്കോഡോണ്ടാണ്, ഹെറ്ററോഡോണ്ടാണ്, ഡിഫിയോഡോണ്ടാണ് അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. അതിന് ഇനാമൽ ഉണ്ട്, അതിന് ഡെന്റൈൻ ഉണ്ട്, അതിന് പൾപ്പ് ക്യാവിറ്റി ഉണ്ട്, റൂട്ട് റീജിയൻ ഉണ്ട്, റൂട്ട് റീജിയൻ, റൂട്ട് കനാൽ ഉണ്ട്. അതേപോലെ ഒഡന്റോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസ് ആണ് ഡെന്റൈൻ സെക്രീറ്റ് ചെയ്യുന്നെങ്കിൽ അമീലോബ്ലാസ്റ്റ് ആണ് ഇനാമൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനാമലാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ മൗത്തിന്റെ ഉള്ളിൽ കാണുന്ന ഒരു പോർഷനാണ് ടങ് എന്ന് പറയുന്നത്. ടങ് ഈസ് എ മസ്കുലാർ സ്ട്രക്ചർ. ഈ മസ്കുലാർ സ്ട്രക്ചർ ആയിട്ടുള്ള ടങ്ങിന്റെ മേലെ പാപ്പിലെ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പാപ്പിലെ പ്രൊജക്ഷൻസിന്റെ മേലെയാണ് ടേസ്റ്റ് ബഡ്സ് ഉള്ളത്. ടേസ്റ്റ് ബഡ്സ് നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടങ് വേറെ പല ഫംഗ്ഷനും യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പീക്കിംഗ്, യൂസ്ഡ് ഫോർ ഡിഗ്ലൂട്ടേഷൻ ഓർ ദ swallowing ഓഫ് ഫുഡ്, മിക്സിംഗ് ഓഫ് ഫുഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ടങ് യൂസ് ചെയ്യുന്നുണ്ട് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നു. കൂടാതെ അതേപോലെ തന്നെ അടുത്ത സ്ട്രക്ചറാണ് നമ്മുടെ മൗത്തിന്റെ അപ്പർ റൂഫ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പാലേറ്റ് എന്ന് പറയും. നമ്മുടെ ആൻറ്റീരിയർ പാലേറ്റ് എന്ന് പറയുന്നത് ഹാർഡാണ്, അതിന് റൂഗേ സ്ട്രക്ചർ ഉണ്ട്. പോസ്റ്റീരിയർ പാലേറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, അതിന് റൂഗേ സ്ട്രക്ചർ ഇല്ല. അതിന്റെ കണ്ടിന്യൂഷൻ ഒരു ഹാങ്ങിങ് സ്ട്രക്ചർ കാണാം, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഉവുല.
അതേപോലെ ടങ് നമ്മുടെ ഫ്ലോറൽ ബേസ് വഴി ബക്കൽ ക്യാവിറ്റിയിലെ ഫ്ലോർ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഫ്രെനുലം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്ട്രക്ചർ മൗത്ത്. നമ്മൾ എലിമെന്ററി കനാലിന്റെ 8 to 10 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് പോർഷൻ മൗത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റി, ഇറ്റ് ഈസ് ഓവർ. ഓക്കെ, നൗ വി ഹാവ് ടു സീ ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഈസ് ഫാരിങ്സ് ടിൽ anus, that we will study in the next session.